ശ്രീ മോൻസ് ജോസഫ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. താങ്കൾക്കെതിരെയാണ് സജി മഞ്ഞക്കടമ്പിന്റെ വലിയ ആരോപണം. താങ്കളുടെ ഏകാധിപത്യം അപ്രമാദിത്വമൊക്കെയാണ്. ഇത് പി ജെ ജോസഫ് ചെയർമാനായ പാർട്ടിയാണ്. പാർട്ടിയുടെ ചെയർമാൻ പി ജെ ജോസഫ് സാർ രാഷ്ട്രീയ രംഗത്ത് എത്രയോ ഉന്നതനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ കൂടെ എത്രയോ കാലമായ വിശ്വസ്തയോടെ ഞങ്ങളൊക്കെ പ്രവർത്തിച്ചു വരികയാണ്. പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ പാർട്ടിയിൽ നിൽക്കുന്ന നേതാക്കളെ എല്ലാം ചേർത്ത് നിർത്തി സ്നേഹപൂർവ്വം കൊണ്ടുപോവുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ കയ്യിലുള്ള UDFന്റെ ജില്ലാ ചെയർമാൻ സ്ഥാനം ഞാൻ വിട്ടുകൊടുത്തത് കഴിഞ്ഞ നിയമസഭയിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സജി മഞ്ഞക്കടമ്പനാണ്. അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങോട്ട് കൊടുത്തു. കേരള ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കുമ്പോൾ അവിടെ അവഗണനയായിരുന്നു, അവിടെ ചവിട്ടിക്കൂട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം ചേർന്നിട്ടാണ് സംരക്ഷിച്ചത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നപ്പോൾ കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു. ഈ പാർട്ടി കൊടുക്കാവുന്ന ഏറ്റവും വലിയ പോസ്റ്റാണ്. കേരള കോൺഗ്രസിന്റെ തട്ടകമായ കോട്ടയത്ത് കൊടുത്തു. അതിന്റെ പ്രാധാന്യം പോലും പുള്ളിക്ക് മനസ്സിലായില്ലെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും ഇത്രയും സ്നേഹത്തോടെ എന്നും സൗഹൃദത്തോടെ ഒന്ന് തലേദിവസം വരെ UDF സ്ഥാനാർത്ഥിയുടെ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിച്ച ശേഷം പെട്ടെന്ന് കാലുമാറുകയാണ്. കാലുമാറി നേരെ അപ്പുറത്തെ ചേരിയിൽ അതുവരെ ജോസ് കെ മാണി തെറി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അദ്ദേഹമാണ് കൊള്ളാവുന്ന നേതാവെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചപ്പം ലോക്സഭാ സീറ്റ് ഞങ്ങളോടൊക്കെ ചോദിച്ചിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ നമുക്ക് അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? PC തോമസ്, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള സീനിന്റെ പ്രധാന നേതാക്കൾ മത്സരരംഗത്ത് വരുന്ന ഒരു സാഹചര്യം. കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസും ഒക്കെ സീറ്റ് സംബന്ധിച്ച് ധാരണയാക്കി UDFൽ ഒരു സീറ്റിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പാർട്ടി ഏകകണ്ഠമായി തീരുമാനിച്ചു. എല്ലാ നേതാക്കളും ആയിട്ടും പി ജോസഫ് സാർ ആശയവിനിമയം നടത്തി. അങ്ങനെ ഏകകണ്ഠമായി ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അത് നിങ്ങൾക്കും അറിയാം. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ അതിന് കുശുമ്പ് കുത്തിയിട്ട് കാര്യമുണ്ടോ? ആ കുശുമ്പെന്നുള്ളതല്ലാതെ ഒരു കാര്യം ഒരു പ്രലോഭനത്തിന്റെ വശം കൂടി ഉണ്ടോ? അല്ലാതെ അറിയത്തില്ല. നിങ്ങൾ പരിശോധിക്കുക. ഞങ്ങളൊരു കുറ്റവും പറയണില്ല. ഏതായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചാൾ ഉണ്ടായിരുന്ന ആളാണല്ലോ. ദീർഘകാലം മണി ഗ്രൂപ്പിലായിരുന്നു. ഞങ്ങളുടെ കൂടെ കുറച്ചു കാലമേ ഉള്ളൂ. ഒരു പീഡറും പുള്ളിക്കൂടെ വെക്കേണ്ടി വന്നിട്ടില്ല. സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റാരുടെയെങ്കിലും വല വീണ് പോയിടണോ നിങ്ങൾ പരിശോധിക്കുക. മുന്നണി തലത്തിലും കൊടുക്കാവുന്ന ഏറ്റവും ഉന്നത പരിഗണന പാർട്ടിയിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം, മുന്നണിയിൽ ജില്ലാ ചെയർമാൻ സ്ഥാനം, ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയും? അത് രണ്ടും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഭാവിയിലും അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഇതിലും അതിനേക്കാൾ ഉന്നതമായ സ്ഥാനത്തേക്ക് പരിഗണിക്കുമായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഇതൊക്കെ നമ്മൾ ഓരോ സാഹചര്യത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചെയ്യാവുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു സഹോദരനെ പോലെ കണ്ട്, ഒരു സഹപ്രവർത്തകൻ എന്നുള്ളതിനപ്പുറം ഒരു സഹോദരനെ പോലെ കണ്ട് അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു, പരിഗണിക്കുമായിരുന്നു. ഇടയ്ക്കിപ്പോ എന്താണ് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായെന്ന് തിരിച്ചു വരാൻ ആഗ്രഹിച്ചാലും വാതിൽ തുറന്നു കിടക്കുക. ഞങ്ങൾക്ക് ഇതിന് നല്ല മനസ്സേ ഉള്ളൂ. ഞങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. ഇവിടെ ഒരു വൈരാഗ്യം നമുക്കൊന്നുമില്ല. ഇത് നല്ലൊരു പാർട്ടിയാണ്. അതുകൊണ്ട് സ്നേഹപൂർവ്വം നല്ല മുന്നണിയാണ്. അതുകൊണ്ട് എല്ലാവരും ചേർത്ത് നിർത്തി പോകുന്ന രീതിയേ ഉള്ളൂ. വന്നാൽ തീർച്ചയായിട്ടും സ്വീകരിക്കും. എന്ത് വേണമെന്ന് അദ്ദേഹത്തോട് ചർച്ച ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാനും തയ്യാറാണ്. പക്ഷെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു, പുള്ളി വന്നാലും വന്നില്ലെങ്കിലും ഇതൊന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ കോട്ടയത്തെ വിജയത്തെ ബാധിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇത് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞ പോലെ വ്യക്തമായ രാഷ്ട്രീയമാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധി ഞങ്ങളുടെ UDFൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ജയിപ്പിച്ച ആള് കാലുമാറുന്നു. സ്ഥാനാർത്ഥി തന്നെ കാലുമാറുന്നു. സ്ഥാനാർത്ഥി കാലുമാറി നേരെ ഇടതുപക്ഷ പാളയത്തിൽ പോയി. കഴിഞ്ഞ പ്രാവശ്യം കൈപ്പത്തിയുടെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞ് നിന്ന ചിഹ്നം ഇപ്രാവശ്യം അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിന്റെ കൂടെ നേരെ അപ്പുറത്തേക്ക് നേരെ മറിയുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗമായി അദ്ദേഹം വോട്ട് ചോദിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലായിൽ വന്നപ്പോൾ നമ്മുടെ ഈ ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ എങ്ങനെ കൈകാര്യം ചെയ്തു നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ UDFനെ വഞ്ചിച്ചു പോയ ചിഹ്നവും UDFനെ വഞ്ചിച്ച സ്ഥാനാർത്ഥിയും അവർക്ക് മറുപടി കൊടുക്കുക എന്ന വലിയ ദൌത്യമാണ് ഇവിടെ UDF പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെയുള്ള വിധിയെഴുത്തുണ്ട്, ഈ UDFനെ വഞ്ചിച്ചതിനെതിരെയുള്ള വിധിയെഴുത്തുണ്ട്. ഇതെല്ലാം ചേരുമ്പം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ ഈ വേലകളൊക്കെ കാണിച്ച് UDFനെ ദുർബലപ്പെടുത്താമെന്ന് ഓർത്താൽ UDF അതിശക്തമായി ആഞ്ഞടിച്ച് മുന്നോട്ട് പോകും. ഐക്യജനാധിപത്യ മുന്നണിക്ക് നല്ല ചിഹ്നം കിട്ടി. ഓട്ടോറിക്ഷ ചിഹ്നം, ജനകീയ ചിഹ്നമായ ഓട്ടോറിക്ഷയിൽ ഫ്രാൻസിസ് ജോർജ് വൻപിച്ച ഭൂരിപക്ഷത്തോടെ കോട്ടയത്ത് വിജയിക്കും.